ഈ കഴിഞ്ഞ വിഷു ദിവസം ചേർത്തലയിലെ മെഹർ മന്തി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഒരു പരസ്യം, അതായത് വിഷു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ ചിക്കൻ മന്തി കഴിക്കാൻ ഉദ്യുക്തനായി നിൽക്കുന്ന ചിത്രമാണ്. ആ ചിത്രത്തോടുകൂടി ഒരു പരസ്യം കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ മന്തിക്കടക്കാരനെ ആക്ഷേപിക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടി ഏതെങ്കിലും ഹിന്ദുത്വവാദികൾ, സംഘപരിവാർ ശക്തികൾ തയ്യാറാക്കിയ വ്യാജ പരസ്യമായിരിക്കും എന്നാണ്. പിന്നീട് അത് പടർന്നു പിടിക്കുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മന്തിക്കടയുടെ ഉടമസ്ഥൻ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് അബദ്ധം പറ്റിയതാണ്, ഞങ്ങളൊരാളെ ഡിസൈൻ ചെയ്യാൻ ഏൽപ്പിച്ചു, അയാൾ വേണ്ടത്ര ജാഗ്രതയില്ലാതെ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി തന്നു. അത് കണ്ടതുകൊണ്ട് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ചെറിയ വിഷമം, വലിയ വിഷമമൊന്നുമല്ല, ചെറിയ വിഷമം തോന്നാനിടയായിട്ടുണ്ട് എന്നറിഞ്ഞു. അതിൽ ഖേദിക്കുന്നു, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, പാവപ്പെട്ടവൻ എന്തോ അബദ്ധം പറ്റിപ്പോയതാണ്. ബുദ്ധിയില്ലാത്തവന്മാരെ അവിടെ ഉണ്ടല്ലോ, ഈ ഡിസൈൻ ചെയ്തവൻ അവൻ്റെ അതിബുദ്ധി കാരണം ഇങ്ങനെ ഒരു സാധനം ചെയ്തായിരിക്കും എന്ന്. മാത്രമല്ല, ചേർത്തലയാണെങ്കിൽ പൊതുവെ പുരോഗമന ചിന്താധികാർ അധികമുള്ള സ്ഥലമാണ്. നവോത്ഥാനവാദികൾ വളരെ വളരെ കൂടുതലുള്ള സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും പുരോഗമന ചിന്താധികാരുള്ള ആളുകൾ, നവോത്ഥാനവാദികൾ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാവാനുള്ള സകല സാധ്യതയുമുണ്ട്. ഇത് ആളുകൾ അനാവശ്യമായിട്ട് പെരുപ്പിക്കുന്നതായിരിക്കും എന്ന് കരുതി അത് പോട്ടേന്ന് വെച്ചു. അതുകൊണ്ടാണ് പിന്നെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ. മാത്രമല്ല, പൊതുവെ ആളുകൾ അതിനെ തള്ളിപ്പറയുന്നു. ഈ മുസ്ലിം സമുദായത്തിൽ തന്നെ പെട്ട ഒരുപാട് പേർ, ത്യാജ്യഗ്രാഹ്യ വിവേചന ശക്തി കൊണ്ട് നമ്മൾ വിചാരിച്ചിട്ടുള്ള ആളുകളൊക്കെ ഇത് തെറ്റായിപ്പോയി, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു കണ്ടു. അപ്പോൾ തന്നെ ഇതിന് പ്രതികരണം എന്ന രീതിയിൽ ഈ മന്തിയുടെ അകത്ത് പോർക്കിനെ വെച്ചുകൊണ്ടുള്ള ചിത്രങ്ങളും പെരുന്നാൾ ആശംസകളൊക്കെ കണ്ടപ്പോൾ ഇത് വളരെ വൾഗറായല്ലോ എന്ന് കരുതി. പക്ഷേ അവിടെ കൊണ്ട് പ്രശ്നം തീർന്നില്ല. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കട ഉടമസ്ഥന്മാരെ അവരെ വിളിച്ചു വരുത്തി അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കഠിനമായി ശിക്ഷ കൊടുക്കാവുന്ന വകുപ്പുകളൊന്നുമല്ല ചുമത്തിയിട്ടുള്ളത്. 1 കൊല്ലം വരെ തടവും പിഴയോ കൊടുക്കാവുന്നത്. തടവോ പിഴയോ മിക്കവാറും മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി തെറ്റുപറ്റിപ്പോയതാണ് മാഫ് കീജിയെ എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് ഒരു 3000 രൂപ അല്ലെങ്കിൽ 5000 രൂപ പിഴ അടയ്ക്കാൻ കൽപ്പിച്ച് തീർക്കും. ആദ്യത്തെ അവധിക്ക് തന്നെ തീർക്കാവുന്ന കേസേ ഉള്ളൂ. അത്രേ ഉള്ളൂ എന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് തിരുവനന്തപുരത്ത് ഇതുപോലെ വേറൊന്ന് പ്രത്യക്ഷപ്പെടുന്നു. കോഴിക്കോട്ട് 3ാമതൊന്ന് വരുന്നു. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങാടിപ്പുറത്ത് 4ാമത്തെ വരുന്നു. കോട്ടക്കലയിൽ 5ാമത്തെ വരുന്നു. അപ്പോൾ കാര്യം വ്യക്തമായി. ഇത് നോട്ടപ്പശക് പറ്റിയതോ ജാഗ്രത കുറവുണ്ടായതോ അല്ല. ഈ സവിശേഷമായ സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെണ്ണിയിട്ടില്ല. ഒരന്തരാള കാലഘട്ടമാണ്. മാത്രമല്ല, നവോത്ഥാനവാദികൾക്കോ പുരോഗമനവാദികൾക്കോ ആർക്കും മന്തിയെ തള്ളിപ്പറയാൻ പറ്റുകയില്ല. ഇവരാണ് പണ്ട് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മന്തിയെ തള്ളിപ്പറയാൻ പറ്റുമോ? ശ്രീകൃഷ്ണൻ മിത്താണ്, മന്തി റിയാലിറ്റിയാണ്. അപ്പോൾ മിത്തായ ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് ഒരു റിയാലിറ്റി ആയിട്ടുള്ള മന്തിയെ തള്ളിപ്പറയാൻ പറ്റില്ല. അതാണ് മിത്തും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം. മാത്രമല്ല, സഖാവ് KN പണ്ട് തന്നെ ലേഖനം എഴുതിയിട്ടുണ്ട്, ഓണസദ്യയ്ക്ക് കാളനാകാമെങ്കിൽ കാളകൃഷിയുമാകാം എന്ന്. പുള്ളി താത്വികമായിട്ട് പറഞ്ഞാണ്. ഇപ്പോൾ പ്രാവർത്തികമായിട്ട് ശ്രീകൃഷ്ണൻ്റെ പടം വച്ചിട്ട് ആ മന്തിക്കടക്കാർ പരസ്യം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി വരാൻ പോകുന്നത് എന്താ വെച്ചാൽ, വരുന്ന ഓണത്തിന് മഹാബലി മന്തി തിന്നുന്നതായിരിക്കും. ചിക്കൻ ബിരിയാണി കഴിക്കുന്ന മഹാബലി ആയിരിക്കും പരസ്യത്തിൽ വരിക. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആഘോഷം എന്ന് പറയുന്നത് എന്താണ്? അത് നവരാത്രിയാണ്. നവരാത്രിക്ക് സാക്ഷാൽ സരസ്വതി ദേവി വെള്ള താമരപ്പൂവിൽ ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന പടം വെച്ചിട്ട് പരസ്യം കൊടുക്കും. ഈ വിദ്യാരംഭത്തിന് നിങ്ങൾ ഭക്ഷണാരംഭം മന്തിയോടൊപ്പം അല്ലെങ്കിൽ ബിരിയാണിയോടൊപ്പം എന്ന് പറഞ്ഞ് ബിരിയാണി കടക്കാർ പരസ്യം കൊടുക്കും. തലശ്ശേരി കിച്ചൻ അത് കൊടുക്കാമല്ലോ, എന്താ തെറ്റുള്ളത്? ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതല്ലേ. സരസ്വതി ദേവി എന്ന് പറയുന്നത് ആരെങ്കിലും തറവാട്ട് പോവുകയാണോ? അല്ല. അപ്പോൾ പിന്നെ ദീപാവലിക്ക് എന്തായിരിക്കും? അപ്പോൾ മഹാലക്ഷ്മി മന്തി തിന്നുന്ന പടമായിരിക്കും. അങ്ങനെ കേരളത്തിൽ വളരെ രസകരമായ ഒരുപാട് രംഗങ്ങൾ ഉടനെ തന്നെ അരങ്ങേറും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. മാത്രവുമല്ല, ഭഗവാൻ ശ്രീരാമനും ശ്രീകൃഷ്ണനൊക്കെ മന്തിപ്രിയരായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ സുപ്രസിദ്ധ ദളിത് ചിന്തകനായ ഡോക്ടർ ശ്യാംകുമാർ ഉടനെ തന്നെ രംഗത്ത് വരും. അതിന് പുറകെ KN PK പോക്കർ, സുനിൽ പിളയിടം മുതലായ ചിന്തകന്മാർ വരും. പിന്നെ മന്തിക്ക് പിന്തുണയുമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വരും. ബിനോയ് വിശ്വം വെറുതെ ഇരിക്കില്ല. ഗോവിന്ദൻ മാഷ് ചാടി ഇറങ്ങും. ഡബിളെ റഹീമിൻ്റെ നേതൃത്വത്തിൽ വമ്പിച്ച മന്തി ചലഞ്ച് നടത്തും. ഇപ്പോൾ ഭരണം പോകാൻ പോകുള്ളൂ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിനോദ പരിപാടികൾ വേണ്ടേ.
അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഇതുപോലുള്ള കലാപരിപാടികൾ കൊണ്ട് നമ്മുടെ പൊതുസമൂഹം മുഖരിതമാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പിന്നെ RV ബാബുവിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ശശികല ടീച്ചർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ചുരുക്കി പറഞ്ഞ സംഗതി വളരെ രസകരമായ ഒരു പരിണതിയിലേക്കാണ് പോകുന്നത്. പിന്നെ മന്തിയെ ന്യായീകരിച്ചുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് ദാവൂദ് സാഹിബ് സംഘവും പ്രമോദ് രാമനും ജിമ്മി ജെയിംസും അടക്കം ഇപ്പോൾ 2 കൂലിത്തല്ലുകാരെ പുതുതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരാൾ പ്രമോദ് രാമൻ കുറച്ച് നാളായിട്ടുള്ളതാണ്. പിന്നെ ജിമ്മി ജെയിംസ് പറഞ്ഞ പുതിയൊരു അവതാരം ഉണ്ടായിട്ടുണ്ട്. അത് ഏഷ്യാനെറ്റിലിരിക്കുമ്പോൾ ഇത്രയും വിപ്ലവകാരിയായിരുന്നില്ല. മൗദൂദി ചാനലിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്താലേ മാസം ശമ്പളം കിട്ടുള്ളൂ. ഏഷ്യാനെറ്റിലല്ലോ മീഡിയ മണ്ണിൽ കൂലിത്തല്ലാണ് പ്രധാനം. അപ്പോൾ കൂലിത്തല്ലുകാരെ വെച്ചിട്ട് പുതിയ ചർച്ച എടുത്തു, അടുപ്പൂട്ടി ചർച്ച. ഇവരുടെ അടുപ്പിൽ ഇനി മന്തിയും ബിരിയാണിയും വളരെ സ്വാദോടുകൂടി വേവും. കേവലം മന്തിയുടെ പരസ്യം വെച്ചാൽ ഈ നാട്ടിലെ സാമുദായിക സൗഹാർദ്ദം തകരാറിലാകുമോ എന്നും ദാവൂദ് സാഹിബ് ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ നവരാത്രിക്കും ദീപാവലിക്കും ഒക്കെ മന്തിയാണ് ഉണ്ടാക്കിയിരുന്നതെന്ന് പ്രമോദ് രാമൻ പറയും. അതിനെ ജിമ്മി ജെയിംസ് സപ്പോർട്ട് ചെയ്യും. പുള്ളിയുടെ ഭാര്യ വീട്ടിലും ഇങ്ങനെയാണ് പതിവ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള തമാശകൾ അവിടെ നിന്ന് ഉണ്ടാകും. ഇത് ഏതാണ്ട് ഏതുപോലെയെന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ചില പെൺകുട്ടികൾ ഞങ്ങൾക്ക് ക്ലാസ് മുറിയിൽ അല്ലെങ്കിൽ ലേഡീസ് വെയിറ്റിംഗ് ഷെഡിൽ നമസ്കരിക്കാൻ അവസരം തരണം എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അതൊരു ടെസ്റ്റ് ഡോസായിരുന്നു. അതിന് പിന്നാലെ പൈങ്ങോട്ടൂർ സ്കൂളിൽ ഇത് തന്നെ ആവർത്തിച്ചു. അന്ന് നമ്മുടെ മാത്യു കുഴൽനാടൻ MLA യും D കുര്യാക്കോസ് MP യും വളരെ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതേ നിലപാട് തന്നെ ഇവർ ഇനിയും ആവർത്തിക്കും. അപ്പോൾ സംഗതി കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞാൽ വിവേകാനന്ദ സ്വാമികൾ അത് തിരുത്തി പറയേണ്ടി വരും. കേരളം ഭ്രാന്താലയമല്ല, അതിനേക്കാൾ കുഴപ്പം പിടിച്ചൊരു സ്ഥലമാണ് എന്ന് അദ്ദേഹം തിരുത്തി പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. യാതൊരു സംശയവും വേണ്ട. സൂചനയാണിത്, സൂചന മാത്രം.